ആവശ്യമില്ലെങ്കിൽ ആ AC ഒന്ന് ഓഫ് ചെയ്തൂടെ? വെള്ളം തിളച്ചു മറിയുകയാണ്, ഇനിയെങ്കിലും ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യൂ. ഒറ്റയ്ക്കൊന്ന് പുറത്തുപോയി വരാനായിട്ട് ഒരു കാറിന്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ഇപ്പൊ ചോദിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും ഒന്നുമല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. വ്യക്തി താല്പര്യങ്ങളോ രാഷ്ട്രീയമോ നോക്കാതെ ഇപ്പൊ നമ്മളത് അംഗീകരിക്കണം. കാരണം കാര്യങ്ങളൊക്കെ അത്ര സുഖത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ പോലെയല്ല, ലോകം ഇപ്പോൾ ഒരു കുടക്കീഴിലാണ്. ആ കുടയുടെ എവിടെയെങ്കിലും ഒരു ചെറിയ ദ്വാരം വീണാൽ പോലും അതിനടിയിലുള്ള നമുക്ക് എല്ലാവർക്കും ഒരേപോലെ വെയിലും മഴയും ഏൽക്കേണ്ടി വരും. അമേരിക്ക ഇറാൻ സംഘർഷം മാസങ്ങളായിട്ട് തുടരുമ്പോൾ അത് നമ്മളെയും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ശ്രമങ്ങൾ വലിയ മാറ്റം ഉണ്ടാക്കും. വിത്ത് റിഗാർഡ്സ് ടു ദിസ്, പ്രധാനമന്ത്രിയുടെ വെറും നിർദ്ദേശങ്ങളെല്ലാം മറിച്ച് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം ലാഭിക്കാനുള്ള കൃത്യമായൊരു പ്ലാനിംഗ് ആണിത്. ഈ നീക്കങ്ങൾ ഇന്ത്യയെ എങ്ങനെയാണ് ഫിനാൻഷ്യലി സഹായിക്കുന്നത്? വെൽക്കം ടു എൻട്രി കൊമേഴ്സ് ആൻഡ് യു ആർ വാച്ചിങ് മീ വിറ്റി സെബാസ്റ്റ്യൻ. നമുക്കറിയാം, ഇന്ത്യക്ക് വേണ്ട ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 85% ഇറക്കുമതി ചെയ്യുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഒരു ബാരലിന് വെറും $1 വർദ്ധിച്ചാൽ പോലും ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലിൽ പ്രതിവർഷം ഏകദേശം 12,500 കോടി രൂപ അധികമായിട്ട് നൽകേണ്ടി വരും. യുദ്ധം കാരണം വില കുതിച്ചുയരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇന്ധന ഉപയോഗത്തിൽ വെറും 10% കുറവ് വരുത്തിയാൽ മാത്രം ഇന്ത്യക്ക് ലാഭിക്കാൻ സാധിക്കുന്നത് പ്രതിവർഷം ഏകദേശം 70,000 കോടി മുതൽ 80,000 കോടി രൂപ വരെയാണ്. ഇത്രയും വലിയ തുക വിദേശത്തേക്ക് ഒഴുകുന്നത് തടയാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമ്മുടെ ഫോറക്സ് റിസർവ് അഥവാ വിദേശ നാണ്യ ശേഖരം ഇവിടെ വളരെ പ്രധാനമാണ്. യുദ്ധം നീണ്ടുപോകുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്: എണ്ണവില കൂടുമ്പോൾ ഇന്ത്യയുടെ വ്യാപാര കമ്മി, അതായത് ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിക്കുന്നു. ഇത് രൂപയുടെ മൂല്യം ഇനിയും ഇടിയാനായിട്ട് കാരണമാകും. നമ്മൾ അത്യാവശ്യം അല്ലാത്ത വിദേശ സാധനങ്ങൾ ഒഴിവാക്കുമ്പോൾ നമ്മുടെ പണം ഇന്ത്യയിൽ തന്നെ ഇരിക്കുകയും നമ്മുടെ വിദേശ നാണ്യ ശേഖരം സുരക്ഷിതമാവുകയും ചെയ്യുന്നു. അത് ശതകോടിക്കണക്കിന് ഡോളറിന് വിദേശ നാണ്യം ചോരുന്നത് തടയുന്ന ഒരു ഡിഫൻസീവ് മെക്കാനിസം ആയിട്ട് മാറും. യുദ്ധകാലത്ത് ഏറ്റവും വലിയ വെല്ലുവിളി ഇൻഫ്ലേഷൻ അഥവാ വിലക്കയറ്റമാണ്. ജനങ്ങള് അനാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഒഴിവാക്കുമ്പോൾ വിപണിയിലെ ഡിമാൻഡ് നിയന്ത്രിക്കപ്പെടുന്നു. ഇത് സാധനങ്ങളുടെ വില അമിതമായിട്ട് വർദ്ധിക്കുന്നത് തടയും. പണപ്പെരുപ്പ് നിയന്ത്രിക്കപ്പെടുമ്പോൾ ബാങ്ക് പലിശ നിരക്കുകൾ അമിതമായിട്ട് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഒഴിവാകും. ഇത് രാജ്യത്തെ ബിസിനസ്സുകൾക്കും വ്യാവസായിക ഉൽപാദനത്തിനും വലിയ ആശ്വാസമായിരിക്കും. ഒരേ വഴിക്ക് പോകുന്ന 4 പേര് 4 കാറുകൾക്ക് പകരം ഒരു കാറിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ 75% ഇന്ധനമാണ് ഇവിടെ ലാഭിക്കുന്നത്. വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ ക്ലാസ്സസ്, ഇതൊക്കെ മൊത്തത്തിൽ ഇന്ധനത്തിനായുള്ള രാജ്യത്തിന്റെ നെട്ടോട്ടം കുറയ്ക്കും. ഇതൊരു മാക്രോ ഇക്കണോമിക് സ്ട്രാറ്റജിയാണ്. രാജ്യം മുഴുവൻ നടത്തുന്ന ഈ ചെലവ് ചുരുക്കൽ വഴി ഏകദേശം GDPയുടെ 0.5 മുതൽ 1% വരെ തുക ലാഭിക്കാനായിട്ട് പറ്റും. യുദ്ധം കാരണം ഉണ്ടായേക്കാവുന്ന വലിയൊരു സാമ്പത്തിക തകർച്ചയെ പ്രതിരോധിക്കാൻ ഈ സംഖ്യകൾ ഇന്ത്യയെ പ്രാപ്തമാക്കും. ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളും ഇതൊക്കെ ചെയ്യണമെന്നല്ല പറയുന്നത്. അത്രയും വലിയ നമ്പറൊന്നും നമുക്ക് ആവശ്യവുമില്ല. നമ്മളിൽ വെറും 20% ആളുകൾ മാത്രം വിചാരിച്ചാൽ മതി. ആ 20% ചേർന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഈ രാജ്യത്ത് ലാഭിക്കാൻ പറ്റുന്നത് 700 കോടി രൂപയാണ്. ഒരു മാസത്തെ കണക്ക് നോക്കിയാൽ 20,000 കോടിക്ക് മുകളിൽ വരും. ആ പണം വിദേശത്തേക്ക് ഒഴുകാനുള്ളതല്ല, അത് ഈ നാടിന്റെ കരുത്താണ്, പ്രതിരോധമാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നേരിട്ടവരല്ലേ നമ്മള്. ഇതും നമ്മൾ കവർ ചെയ്യും. അപ്പൊ ശരി, ഓക്കെ, താങ്ക് യു.